അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? സത്യം പറയണം, ഇപ്പം ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായിരുന്നോ മേക്കപ്പ് ഇല്ലാതെ? ഷാനവാസ് വാസ് ഡാഡി, ലക്ഷ്മി അമ്മയാ വന്ന് നോക്കി. സോ ഹു വാസ് ആര്യൻ? വാട്ട് റിലേഷൻഷിപ്പ് വാസ് ദാറ്റ്? അല്ല നോക്കി എന്നാ പറഞ്ഞേ, അമ്മയവൻ. ഞാൻ ഓരോ ഇത് കൊടുത്ത് പറഞ്ഞു. Aryan was my best friend. Okay, so we'll name it as ആ ഒരു റിലേഷൻഷിപ്പിന് ബെസ്റ്റ് ഫ്രണ്ട്. Yeah. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. ഷുവർ. Yeah. ഞാൻ ഒന്നും കൂടെ ചോദിച്ചാൽ മാറ്റി പറയൂ. അല്ല മാറ്റി പറയത്തില്ല. അതാ ഞാൻ വീണ്ടും ചോദിക്കാൻ വന്നത്. അങ്ങനെ നിങ്ങൾ തമ്മിൽ യൂസ് അറ്റ് യുവർ റോ, യൂസ് അറ്റ് യു ബീൻ യുവർ സെൽഫ്. പിന്നെ എന്തിനാ ബെഡ് മാറി? അല്ല, ഒരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ ഹാപ്പിനെസ് ഡേ കാട്ട് കൂടുതലാണ് അമ്മമാര്. അമ്മ പോയല്ലേ, നിനക്കാള് മാറിപ്പോയി. ഈ ഇഷ്യൂ കോൺട്രവേഴ്സി ആയിട്ടുണ്ടാവും പുറത്തുനിന്നുള്ളത് ഈസിലി യു ഗൈസ് ക്യാൻ പ്രെഡിക്റ്റ്. ലാലേട്ടൻ വന്ന് സപ്പോർട്ട് ചെയ്തു, പക്ഷെ പുറത്ത് വന്നൊരു ന്യൂസ് ആയിരിക്കുമല്ലോ അങ്ങനെ ഇതുണ്ടാവും. ലാലേട്ടൻ ക്ലിയർ ചെയ്തല്ലോ അത് അങ്ങനെയല്ല. അപ്പൊ എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. പെർഫെക്റ്റ്. ഞാൻ ഐ നെവർ വാണ്ടഡ് ടു ആസ്ക് ദിസ് ആൻഡ് ആസ് ആൻ ഓഡിയൻസ് ഞാൻ ചോദിക്കില്ലായിരുന്നു. ഇത് അനാവശ്യ ചോദ്യമല്ല, എല്ലാം ഒരൊറ്റ കാര്യമാണ്. ഐ മീൻ ലെറ്റ് മീ ആസ്ക് യു ഓൺ യുവർ ഫേസ്, എന്തായിരുന്നു പൊതുപ്പിന്റെ അടിയിൽ? നിങ്ങൾക്ക് നാണമില്ലേ തള്ള ഇങ്ങനെ? പൊതുപ്പിന്റെ അടിയിലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന എല്ലാ കണ്ടസ്റ്റൻസും ഇനി പുറത്തിറങ്ങില്ലേ, അപ്പൊ യു ഹാവ് ടു വാച്ച് ഓൾ മൈ ഇന്റർവ്യൂസ്. അതിലൊക്കെ എല്ലാവരും പറഞ്ഞു ദർ ഈസ് സംതിങ് അണ്ടർ ദ പൊതുപ്പ്. എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? ഇനി നീ അറിഞ്ഞില്ല എന്ന് പറയരുത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ആദില, നൂറ, അനുമോൾ, മൂന്ന് ആൾക്കാർ ഒരു പൊതുപ്പിന്റെ ഉള്ളിൽ ഇരുന്നാണ്. അവർക്ക് എന്തിനാ പറഞ്ഞത്? ഇതെത്തില്ലേ? എന്താ? അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ആരോപണത്തിൽ ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റിന് ഈ നെഞ്ച് കിട്ടില്ല. ഞാൻ അവരോട് ചോദിക്കാം, അല്ല, ഒരു പെൺ ലെസ്ബിയൻ കപ്പിളിന്റെ കൂടെ കിടക്കുമ്പോൾ അത് ശരിയല്ല. ഇതാണോ ജനാധിപത്യം? അങ്ങനെ ഉണ്ടാക്കിയില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയില്ല. ഒരു ചെറുക്കനും പെണ്ണ് കിടന്നപ്പോ പ്രോബ്ലം. അതേത് പുന്നത്താങ്കരയിലെ ജനാധിപത്യോ? അത് മാത്രമല്ലായിരുന്നു, രന ഫാത്തിമ ഉണ്ടായിരുന്നു, പിന്നെ ശൈത്യ ഞങ്ങളുടെ കൂടെ കിടക്കുമായിരുന്നു. ഞങ്ങൾ ഹൊറർ സ്റ്റോറീസ് പറയുമായിരുന്നു, കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ സൊസൈറ്റി എന്ന് വെച്ചാൽ ചെറുക്കനും പെണ്ണും സൊസൈറ്റി ഒരു മയർന്നാണ്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ അല്ലായിരുന്നു. ജസ്റ്റ് സേ യു ആർ കോംപ്ലിക്കേറ്റിംഗ് ഇറ്റ്. അല്ല, പക്ഷെ അതോർത്തില്ല കോംപ്ലിക്കേറ്റിംഗ് തിങ്സ്, ബിക്കോസ് ആൾക്കാർ പറയണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ആൾക്കാർക്ക് ഒന്നും മൈ ക്വസ്റ്റ്യൻ വാസ് സിമ്പിൾ. എന്തായിരുന്നു പൊതുപ്പിന്റെ അടി? ഗോസ്റ്റ് സ്റ്റോറീസ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? തൽക്കാലം ഇത്രയും മതി, വരട്ടെ.